അഡ്വക്കേറ്റ് ടി.ജെ. ഐസക് വയനാട് DCC പ്രസിഡന്റാകും. AICCയിൽ നിന്ന് പ്രഖ്യാപനം വന്നു. നിലവിൽ കൽപ്പറ്റ നഗരസഭാ ചെയർമാനാണ്. രാജിവെച്ച ND അപ്പച്ചനെ AICC അംഗമായും നിയമിച്ചു. സുർജിത്ത് അയ്യപ്പത്തുണ്ട് ഇപ്പോൾ വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, വളരെ വേഗത്തിൽ ആ നിയമനം വന്നിരിക്കുന്നു, വിവരങ്ങൾ. ടി.ജെ. ഐസക് KSUവിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ ആളാണ്. KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു, സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു, യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹിത്വത്തിലുണ്ടായിരുന്നു. ഇവിടെ പ്രാദേശിക തലത്തിൽ വലിയ രീതിയിൽ ഇടപെടൽ നടത്തിയ ഒരാൾ കൂടിയാണ്. മാത്രമല്ല KPCയുടെ ജനറൽ സെക്രട്ടറി ആയി പ്രവർത്തിച്ചിട്ടുണ്ട്. അത്തരത്തിൽ വിവിധ പദവികളിലൂടെ മുന്നോട്ട് പോയ ആളാണ് ടി.ജെ. ഐസക്. മാത്രമല്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിലവിൽ കൽപ്പറ്റ നഗരസഭയുടെ ചെയർമാനായി പ്രവർത്തിക്കുന്ന ആളാണ്. 13 വർഷക്കാലമായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിട്ടുള്ള ആളാണ്. എന്തായാലും അദ്ദേഹം ഇതിന്റെ ഇപ്പോൾ DCCയുടെ പൂർണ്ണ ചുമതലയിലേക്ക് വന്നിരിക്കുകയാണ്. വെല്ലുവിളികൾ ഏറെയുണ്ട്. ഇന്നാണ് ND അപ്പച്ചനെ മാറ്റിയത്. ND അപ്പച്ചനെ മാറ്റിയതിനു ശേഷം, അദ്ദേഹം രാജി കൊടുത്തതിന് ശേഷം, അതിനുശേഷമാണ് ടി.ജെ. ഐസക് ഈ ചുമതലയിലേക്ക് വരുന്നത്. എന്തായാലും അദ്ദേഹം അല്പസമയത്തിനകം തന്നെ നമ്മോടൊപ്പം ചേരും. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വലിയ രീതിയിലുള്ള ചുമതല അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് മുന്നിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുണ്ട്, അത്തരം കാര്യങ്ങളുണ്ട്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട വിപുലമായ രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് അദ്ദേഹം കടക്കും. എന്തായാലും മുതിർന്ന നേതാക്കളൊക്കെ എവിടേക്ക് എത്തിയിട്ടുണ്ട്. ടി.ജെ. ഐസക് തന്നെ നമ്മളൊപ്പം ചേരുകയാണ്. എന്താണ് ആദ്യ പ്രതികരണം? DCC പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. എന്താണ് ആദ്യ പ്രതികരണം? പാർട്ടി ഒറ്റക്കെട്ടായി മുമ്പോട്ട് നയിക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു കടമയായി ഞാൻ കാണുന്നത്. എല്ലാവരെയും യോജിപ്പിച്ച് ഒറ്റക്കെട്ടായി പാർട്ടി പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോയി അടുത്തു വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വയനാട് ജില്ലയിൽ വലിയ വിജയം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ വലിയ രീതിയിലുള്ള ഗുരുതരമായ സംഘടനാ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ND അപ്പച്ചന്റെ രാജി അടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നു. പലയിടത്തും സംഘടനാ പ്രശ്നങ്ങൾ. ഇതിനെ എങ്ങനെയാണ് നേരിടാനുള്ള സാധ്യത? ഞാൻ അങ്ങനെ വലിയൊരു സംഘടനാ പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് ഞാൻ അങ്ങനെ കാണുന്നില്ല ജില്ലയെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഞാൻ അങ്ങനെ സംഘടനാ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ ആഭ്യന്തരമായ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ അങ്ങനെ ഒരു പ്രതികരണം ഞാൻ താല്പര്യപ്പെടുന്നില്ല. പാർട്ടിക്ക് അകത്ത് എല്ലാവരെയും ഒറ്റക്കെട്ടായി യോജിപ്പിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടിയൊരു സംവിധാനമായി മുമ്പോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഏറ്റവും പരമപ്രധാനമായ ദൗത്യം. DCC പ്രസിഡന്റിനെ ഉൾപ്പെടെ പാർട്ടി സംവിധാനത്തിന്റെ ഭാഗമായി മുന്നോട്ട് അല്ല, അദ്ദേഹം എൻ്റെ നേതാവാണല്ലോ. അദ്ദേഹം എൻ്റെ നേതാവാണ്. ഞാൻ അദ്ദേഹത്തെ വീട്ടിൽ പോയി കണ്ടിരുന്നു. ഞാൻ KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് ആകുന്ന കാലത്തും അദ്ദേഹം DC സെക്രട്ടറി ആയിരുന്നു, കോൺഗ്രസിന്റെ നേതാവായിരുന്നു. ഞാൻ അദ്ദേഹത്തെ വീട്ടിൽ പോയി കണ്ടു. എല്ലാ പിന്തുണയും പാർട്ടി പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം എനിക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഈ നിയോജകമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ പാർലമെന്റ് മണ്ഡലമാണ്. രാഹുൽ ഗാന്ധി MP ആയി പ്രതിനിധീകരിച്ച മണ്ഡലമാണ്. അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം എനിക്കറിയാം. സ്വാഭാവികമായിട്ടും അവരുടെ പാർലമെന്റ് ആസ്ഥാനം എന്ന നിലയ്ക്ക് ആ പ്രവർത്തനങ്ങളുടെ വലിപ്പവും ആ ഉത്തരവാദിത്വവും ഞാൻ ഉൾക്കൊള്ളുന്നു. അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകും. ഇനി എങ്ങനെയാണ് യോഗം നടപടി, അത്തരം കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്? എങ്ങനെയാണ് KPC പ്രസിഡന്റുമായിട്ട് ആലോചിച്ച് അക്കാര്യത്തെ സംബന്ധിച്ച് പാർട്ടി നേതൃത്വത്തിന് നിർദ്ദേശമുണ്ടാകും. പാർട്ടി നേതൃത്വം അക്കാര്യത്തിലുള്ള നിർദ്ദേശം നമുക്ക് തരും. അപ്പോൾ ആ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മുമ്പോട്ട് പോകും. എന്തായാലും ആ ആത്മവിശ്വാസം തന്നെയാണ് എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകുമെന്നുള്ളത് തന്നെയാണ് അദ്ദേഹം ടി.ജെ. ഐസക് പറയുന്ന കാര്യം. എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുപോകും. ശരി സുർജിത്ത്, ഇപ്പോൾ വയനാടിന് പുതിയ DCC അധ്യക്ഷൻ വരികയാണ്. വളരെ വേഗത്തിലാണ് AICC ആ നിയമനം നടത്തിയത്. ND അപ്പച്ചന്റെ രാജിക്ക് പിന്നാലെ അഡ്വക്കേറ്റ് ടി.ജെ. ഐസക് ഇപ്പോൾ വയനാട് DCC പ്രസിഡന്റായി നിയമിതനായിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.